പ്രദ്യോത പ്രഭു, ഒരു ഊഴം കൂടെ, ഒന്നു മാത്രം. കൂറ്റനായ കൊറ്റിയുടെ വേഷം ധരിക്കാൻ പ്രാപ്തനായവൻ ബഗൻ. അവൻ കാളിന്തി തീരത്തു ചെല്ലണം. ബാലകരിൽ കൗതുക വിസ്മയങ്ങൾ ഉണർത്തണം. ബാലഗോപാല സേനാപതിയാണല്ലോ നമ്മുടെ അന്തക ജന്മം. അവൻ വരും. ബഗന്റെ അടുത്തേക്ക് ഒറ്റ കുതുപ്പിന് കൊക്കിൽ ഒതുക്കണം. ഗരുഡവാഹനായ വിഷ്ണു കേവലം ഒരു കൊക്കിന്റെ ചുണ്ടിൽ കിടന്ന് ഞെരിഞ്ഞു മരിക്കും. നീ എവിടെ ബകാസുരൻ? കണ്ണങ്കാളെ ചുപ്പാണ്ടിക്കാളെ തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണങ്കാളെ ഇതാ ചുപ്പാണ്ടിക്കാളെ കുത്തി മലർത്താൻ പോകുന്നു. മുറുകട്ടെ, പോരങ്ങനെ മുറുകട്ടെ. കണ്ണങ്കാളെ കീഴ്പ്പെടുത്താൻ പോകുന്നു. പാവം കണ്ണങ്കാളെ തളർന്ന് വെള്ളം കുടിക്കുകയാണ് കൂട്ടരെ. ചുപ്പാണ്ടിക്കാളെ നിലം പൊത്തിയേ, കണ്ണങ്കാളെ വിജയിച്ചേ. നാണമില്ലല്ലോ ശുപ്പാണ്ടി. ഒരു കുഞ്ഞു മൂരിക്കുട്ടനെ തോപ്പിക്കാൻ കഴിവില്ലാത്ത ശുപ്പാണ്ടിയാണോ മേദിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഈ കണ്ണൻകാള വെല്ലുവിളിക്കുന്നു. ഈ കാളക്കൂട്ടത്തിൽ ഏതെങ്കിലും കാളക്കൂട്ടിന് ധൈര്യമുണ്ടോ ഈ കണ്ണനോട് പോരടിക്കാൻ? എങ്കിൽ കാണട്ടെ, വരിൻ. കണ്ണൻകാളയുടെ വെല്ലുവിളി ഈ രാമൻകാള സ്വീകരിച്ചിരിക്കുന്നു. നിന്നോട് പോരടിക്കാൻ ഈ രാമൻകാള തയ്യാർ. തോറ്റു തുന്നം പാടാൻ ഒരു വെല്ലുവിളി. പാവൻ രാമൻ. രാമ, അനുജനോട് തോറ്റ നാണക്കേടാണേ. വെറുതെ വീരവാദം അടിക്കാതെ ചുണയുണ്ടെങ്കിൽ നിന്റെ കണ്ണൻകാളയോട് പോരിന് വരാൻ പറ. കണ്ണാ, പോരടിക്കേ. പിടി, അങ്ങനെ തന്നെ. കണ്ണങ്കാള ശൂര പരാക്രമിയാണത്രേ. കണ്ണ,
രാമൻ മുഴുത്ത കാളക്കൂറ്റനാണെങ്കിൽ നീ അവന് തിന്നാനുള്ള വെറും പുല്ല്. തോറ്റ് നാണം കെട്ടുപോയെ. നിൽക്കവിടെ. നീ എന്നെ കളിയൊക്കെയല്ലേ? അരുത് കണ്ണ, അങ്ങോട്ട് നോക്കിയേ.